സ്ത്രീയെ ദേവിയായും ശക്തിയായും ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും പൂജിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അങ്ങനെ ഒരു സമൂഹത്തിലുള്ള 2 തരം അമ്മമാരെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലെ 2 റീൽസ് കണ്ടപ്പോൾ ഓർത്തുപോയത്. വെറും 370 രൂപയുടെ ബിരിയാണിക്കായി ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തിനും അന്തസ്സിനും വിലപേശുന്ന ഒരു മകന്റെ അമ്മ. മറുവശത്തോ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ കീർത്തി ചക്ര ഏറ്റുവാങ്ങാൻ വന്ന, രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ലഫ്റ്റനന്റ് ശശാങ്ക് തിവാരിയുടെയും സൈനികൻ ഝഞ്ചാൽ പ്രഭാകറിന്റെയും അമ്മമാർ. സ്വയം പ്രസിഡന്റ് പോലും പ്രോട്ടോകോൾ മറന്ന് അവരുടെ അടുത്തേക്ക് നടന്നെത്തി ബഹുമതി നൽകിയ നിമിഷം. ഒരു വശത്ത് സ്ത്രീകളെ അപമാനിച്ച് കയ്യടി നേടുന്നവർ, മറ്റൊരു വശത്ത് ഭാരതാംബയുടെ സുരക്ഷയ്ക്കായി സ്വന്തം ജീവൻ പോലും ത്യജിക്കുന്നവർ. ആദ്യം പറഞ്ഞ ആ യുവാവിന്റെ അമ്മ തന്റെ മകനെ വളർത്തിയപ്പോൾ അവൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാളായി മാറണമെന്ന് തന്നെയായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ആ അമ്മയുടെ കൈ പിടിച്ചാണ് അവൻ നടക്കാൻ പഠിച്ചിട്ടുണ്ടാവുക. ഈ സംഭവത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം നൊന്തിട്ടുണ്ടാവും. ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ കഴിയാത്ത ഒരുവന് മാതൃഭൂമി എന്ന വാക്കിന്റെ അർത്ഥവും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ല. ബഹുമാനമില്ലാത്തടത്ത് സ്നേഹം വെറും ഒരു വാക്ക് മാത്രമാണ്. യഥാർത്ഥ സ്നേഹം ഉടമസ്ഥാവകാശമല്ല, അത് തന്റെ പങ്കാളിയുടെ അന്തസ്സിനെ അംഗീകരിക്കലാണ്. അതുകൊണ്ട് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ പെൺകുട്ടിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അയാൾ സ്ത്രീകളെ കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നു, അവരെ എത്രമാത്രം ബഹുമാനിക്കുന്നു, അവരുടെ അന്തസ്സിനെ എങ്ങനെ കാണുന്നു. കാരണം ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സൗന്ദര്യവും സാഹചര്യങ്ങളും വികാരങ്ങളും ഒക്കെ മാറാം. പക്ഷെ പരസ്പര ബഹുമാനമാണ് വിശ്വാസമായും സുരക്ഷിതത്വമായും നിലനിൽക്കുന്ന സ്നേഹമായും മാറുന്നത്.